സ്ക്രീനിൽ രണ്ട് സെന്റൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ സെന്റൻസ്, ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് ബിഫോർ ഐ വെന്റ് ടു വർക്ക്. 2, ഷീ ഹാസ് ഹാഡ് 3 ജോബ്സ് ഇൻ ദ ലാസ്റ്റ് 5 years. ഈ രണ്ട് സെന്റൻസും ഗ്രാമാറ്റിക്കലി ശരിയാണോ എന്നുള്ളത് ആദ്യം നിങ്ങൾ എനിക്ക് കമന്റ് ബോക്സിൽ പറഞ്ഞു തരണം. ഇങ്ങനത്തെ സെന്റൻസുകൾ നമ്മൾ സ്ഥിരം കാണാറുണ്ട്. അതായത് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഇത് ഗ്രാമാറ്റിക്കലി ശരിയാണോ അല്ലേ എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇവിടെ ഈ ഹാഡ് എന്നുള്ളത് ഒരുമിച്ച് വരാറുണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ഹാസ് ഹാഡ് എന്നുള്ളത് ഒരുമിച്ച് വരാറുണ്ടോ? ഇത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരു അവസ്ഥ അവിടെ ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ നമുക്ക് എക്സാമിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുക? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. 80 മാർക്കിന്റെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, അതിൽ ഒരു 15 മുതൽ 18 ചോദ്യങ്ങൾ വരെ ഡിസ്ക്രിപ്റ്റീവ് ആയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്ന് വെച്ചാൽ അവിടെ നമുക്ക് കുറേ എഴുതി തള്ളി കയറ്റി വെച്ചാലേ മാർക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ലെറ്റർ, ഡയറി, സെമിനാർ റിപ്പോർട്ട്, എസ്സേ, റൈറ്റപ്പ് പോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ പറഞ്ഞിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് വാസ് ആണോ വേറാണോ, അല്ലെങ്കിൽ വില്ലാണോ വുഡാണോ, അല്ലെങ്കിൽ ഹാവ് ആണോ ഹാസ് ആണോ ഹാഡ് ആണോ, ഇങ്ങനത്തെ കുറേ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ അല്ല കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും തെറ്റിക്കുമല്ലോ. എന്തായാലും അത് ശരിയാകാൻ പോകണല്ലേ. എല്ലാ കൺഫ്യൂഷൻ്റെയും നമ്മളൊരു 50-50 കറക്കി കുത്തി എഴുതി കഴിഞ്ഞാൽ എന്തായാലും അത് ഫുൾ ശരിയാവില്ലല്ലോ. അപ്പം ഇങ്ങനെ നമ്മൾ കുറേ തെറ്റിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യന്, അതൊരു 5-6 മാർക്കിൻ്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യന് എന്തായാലും നിങ്ങളുടെ ഉത്തര പേപ്പർ നോക്കുന്ന നിങ്ങളുടെ ടീച്ചർ എന്തായാലും ഒരു 2-3 മാർക്ക് എടുത്ത് കളയും. ഒരു ആവറേജ് 2 മാർക്ക് നമുക്ക് നോക്കാം. 2 മാർക്ക് ഒരു ചോദ്യത്തിൽ നിന്ന് എടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2x18, അതായത് 18 ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസിന് 2 മാർക്ക് വീതം എടുത്തു കഴിഞ്ഞാൽ എത്ര മാർക്ക് പോയി? നിങ്ങൾക്ക് 36 മാർക്ക് പോയി. ഉത്തരം തെറ്റായതുകൊണ്ടാണോ? അല്ല, ഉത്തരം ശരിയാണ്, പക്ഷെ നിങ്ങൾ എഴുതിയതിലുള്ള ഗ്രാമർ ശരിയായില്ല. അതുകൊണ്ട് എത്ര മാർക്ക് പോയി? 36 മാർക്ക് പോയി. ഇനി വേറെ നിങ്ങൾക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൂടെ തെറ്റിക്കഴിഞ്ഞാൽ അതിന് വേറെയും ഒരു 10-15 മാർക്ക് പോകും. എന്ന് വെച്ചാൽ 80 മാർക്കിന്റെ ഒരു ചോദ്യ പേപ്പറിന്, അതായത് 80 മാർക്കിന്റെ ചോദ്യ പേപ്പറിന് നിങ്ങൾക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്സും പ്ലസ് നിങ്ങൾ അതിൽ ഗ്രാമർ മിസ്റ്റേക്സും വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് പോയി? 30, 40, ഒരു 50 പോട്ടെ, ഒരു 45 മാർക്ക്. അതായത് അതിന്റെ പകുതി മാർക്കും പോകുന്നത് ഉത്തരം ശരിയല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ഗ്രാമർ തെറ്റിച്ചുകൊണ്ടും സ്പെല്ലിംഗ് തെറ്റിച്ചുകൊണ്ടാണ്. ഇതാണ് ഇംഗ്ലീഷിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിന് നമ്മൾ ഇനിയിപ്പോൾ എത്ര തലകുത്തി മറിഞ്ഞ് പഠിച്ചാലും അല്ലെങ്കിൽ ചാപ്റ്റേഴ്സിനെ കുറിച്ചൊരു നല്ല ധാരണ ഉണ്ടെങ്കിലും മാർക്ക് പോകുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ ആണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചത്. ഓക്കെ, ഇതിന്റെ പ്രശ്നം എവിടെയാണ് വരുന്നതെന്ന് അറിയാം. ഇതിന്റെ പ്രശ്നം നമ്മൾ കഴിഞ്ഞ ഓണം എക്സാമിന് പഠിക്കാത്തതുകൊണ്ടോ, ക്രിസ്മസ് എക്സാമിന് പഠിക്കാത്തതുകൊണ്ടോ, കഴിഞ്ഞ വർഷം പഠിക്കാത്തതുകൊണ്ടോ അല്ല. എത്രയോ വർഷങ്ങൾ നിങ്ങൾ പുറകിലേക്ക് ചിന്തിക്കണം. അതായത് ചെറിയ ക്ലാസ്സിൽ നമ്മൾ ചെറിയ ഗ്രാമർ മിസ്സാക്കിയത് കാരണമാണ് നമുക്ക് ഈ മാർക്ക് പോകുന്നത്. ചെറിയ ക്ലാസ്സിൽ നമ്മൾ വാസും വേറും ശ്രദ്ധിച്ചില്ല, വില്ലും വുഡും ശ്രദ്ധിച്ചില്ല, ഹാസും ഹാവും ഹാഡും ശ്രദ്ധിച്ചില്ല. ഇതിങ്ങനെ കയറി ഒരു പടി കയറി അടുത്ത പടി കയറി ഇതിങ്ങനെ കനം കൂടി ഇപ്പൊ നമുക്ക് ഗ്രാമർ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അതായത് എപ്പോൾ നമ്മളൊരു സെന്റൻസ് മനസ്സിൽ ആലോചിച്ചാലും ഇവിടെ വാസാണോ വേറാണോ വരിക, ഇവിടെ വില്ലാണോ വുഡാണോ വരിക, ഹാസ് ആണോ ഹാവ് ആണോ ഹാഡ് ആണോ വരിക, ഇങ്ങനെ ഒരുപാട് 100,000 ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. അങ്ങനെ സ്വന്തമായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് എഴുതാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 45 മുതൽ 50 മാർക്ക് വരെ ഈ ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് മാർക്ക് പോകും. എന്താ പരിഹാരം? ഒരൊറ്റ പരിഹാരം ഇതിനുള്ളൂ. നമുക്ക് നഷ്ടപ്പെട്ടു പോയ, ചെറിയ ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ, മര്യാദക്ക് പഠിക്കാതെ പോയ ആ ബേസിക് ആയ സാധനം ഉണ്ടല്ലോ, ഇംഗ്ലീഷിന്റെ വെരി ബേസിക് ആയ സാധനം, അതിലിപ്പോ ആൽഫബറ്റ് തൊട്ട് നമ്മൾ അങ്ങോട്ട് ക്ലിയർ ആക്കിയിട്ട് പോകണം. എന്നാലേ നമുക്ക് ആ കൺഫ്യൂഷൻ മാറുള്ളൂ. അപ്പൊ സാർ കുറെ കാര്യങ്ങൾ പഠിക്കാണ്ടാവില്ലേ? ഇപ്പൊ നമ്മൾ എത്രയോ ചെറിയ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ 2ാം ക്ലാസ് തൊട്ട് നമ്മൾ ഗ്രാമർ പഠിക്കുന്നത്, അതുവരെ ഇവിടെ വരെയുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ കുറെ ഉണ്ടാവില്ലേ? ഇല്ല. നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു വർഷം, അതായത് നിങ്ങളിപ്പോൾ ഏത് ക്ലാസ്സും ആയിക്കോട്ടെ, നിങ്ങൾ 8ാം ക്ലാസ് മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് +2 വരെയുള്ള ഏതൊരു ക്ലാസ്സും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാൻ ആവശ്യമായുള്ള ഇംഗ്ലീഷ് ബേസിക്സ് പഠിക്കാൻ നിങ്ങൾ വിചാരിച്ച അത്രയും സമയം വേണ്ട. ചുരുങ്ങിയത് നിങ്ങളൊരു ഏകദേശം ഒരു 3-4 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഈ ബേസിക്സിന് പിന്നെ ഒരു കൺഫ്യൂഷനും നിങ്ങൾക്ക് വരില്ല. അങ്ങനത്തെ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ കോഴ്സ് 4 ലെവലുകളാക്കിയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു ലെവൽ എന്ന് പറയുന്നത് 1 മണിക്കൂറേ വരുള്ളൂ. ഈ 4 ലെവലുകളിലും എന്താണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. പ്ലാനിങ് അല്ല, ഓൾറെഡി ഇത് അവൈലബിൾ ആണ്. അത് ഇവിടെ കിട്ടുന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഒന്നാമത്തെ ലെവലിലെ നമ്മൾ വളരെ ബേസിക്സ് ഓഫ് ഗ്രാമർ പഠിക്കും. അതായത് വളരെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ മിസ്സാക്കി പോയ
കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ ചിരിക്കും, പക്ഷേ എന്നാലും ഇല്ലേ നമുക്കൊരു ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട്, കുറേ കുട്ടികൾക്ക് ഒരു ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് ആൽഫബറ്റ് തൊട്ടിട്ടാണ് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ആൽഫബറ്റ് അക്ഷരമാല തൊട്ടിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ അക്ഷരമാല തൊട്ട് പാർട്സ് ഓഫ് സ്പീച്ച്, സെന്റൻസിന്റെ സ്ട്രക്ചർ, അങ്ങനെ കുറേ കാര്യങ്ങൾ. സെന്റൻസിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുന്നില്ല, പാർട്സ് ഓഫ് സ്പീച്ച് വരെ, അതായത് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഈ വേർബ് എന്താണ്, വേർബിന്റെ ഫോമുകൾ എന്താണ്, അഡ്ജക്റ്റീവ് എന്താണ്, അല്ലെങ്കിൽ ആഡ്വേർബുകൾ എന്താണ്, ഇമാതിരി സാധനങ്ങളൊക്കെ അല്ലേ നമ്മൾ അവിടെയും ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇതെന്താണെന്ന് ശരിക്കും നമുക്ക് അങ്ങോട്ട് കയറിയിട്ടുണ്ടാവില്ല. അത് ശരിക്ക് വൃത്തിക്ക് നമ്മൾ അതിന്റെ ബേസ് ലെവൽ കറക്റ്റ് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്വന്തമായിട്ട് സെന്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ ലെവൽ 2. ലെവൽ 2 എന്ന് പറയുന്നത് സ്വന്തമായിട്ട് സെന്റൻസുകൾ ഉണ്ടാക്കാനും പല ടൈപ്പ് സെന്റൻസുകൾ, അതായത് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കേണ്ടത്, നമ്മളൊരു എക്സ്ക്ലമേഷൻ സെന്റൻസ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ഒരു എന്താ പറയുക, ഇങ്ങനെ പല ടൈപ്പ് സെന്റൻസുകൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കേണ്ടത്, WH ക്വസ്റ്റ്യൻസ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, ഡിക്ലറേറ്റീവ് സെന്റൻസസ്, അങ്ങനെ പല ടൈപ്പ് സെന്റൻസുകളും അതിന്റെ സ്ട്രക്ചറുകളും അതിന്റെ പല ഫോമുകളും എല്ലാം നമുക്ക് രണ്ടാമത്തെ ലെവലിൽ പഠിക്കാം. തേർഡ് ലെവലിലെ കുറച്ചുകൂടെ ലെവൽ കൂടിയ ഗ്രാമറുകൾ, അതായത് ഇപ്പോൾ ടെൻസസ്, 12ഓളം ടെൻസസുകളും ആ ടെൻസസിൽ എങ്ങനെയൊക്കെ സെന്റൻസുകൾ ഉണ്ടാക്കി എഴുതാമെന്നുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ മൂന്നാമത്തെ ലെവൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നു. നാലാമത്തെ ലെവലിലെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം, അതായത് ഒരു ചോദ്യത്തിന് എത്ര സമയം എടുക്കണോ ആ സമയത്തിനുള്ളിൽ തന്നെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഷടവടേന്ന് പാരഗ്രാഫിൽ എഴുതാനുള്ള കോൺഫിഡൻസിൽ നമ്മൾ എത്താൻ പോവാണ് നാലാമത്തെ ലെവലിൽ. അപ്പം നാലാമത്തെ ലെവലിൽ നമുക്ക് അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും പഠിക്കാം. അപ്പൊ ഇതിന് ഏകദേശം എടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് 4 മണിക്കൂറാണ്. അപ്പൊ ഈ 4 മണിക്കൂർ കൊണ്ട് നിങ്ങൾ 4 ലെവലുകൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഈ ഗ്രാമറിന്റെ ബേസിക്സ് പഠിക്കാം, അതായത് വെരി ബേസിക്സ് പഠിക്കാം, സെന്റൻസുകൾ ഉണ്ടാക്കുന്നത് പഠിക്കാം, ഗ്രാമറിന്റെ കുറച്ചുകൂടെ കട്ടി കൂടിയ സാധനങ്ങൾ പഠിക്കാം, അതായത് ഇന്റർമീഡിയറ്റ് ലെവൽ സ്വന്തമായിട്ട് പാരഗ്രാഫുകളാക്കിയിട്ട് വൃത്തിക്ക് ഗ്രാമർ തെറ്റിക്കാതെ എഴുതാം. അപ്പൊ നിങ്ങൾ സേവ് ചെയ്യുന്ന മാർക്ക് എത്രയെന്ന് അറിയാം? 45 മാർക്കാണ്. 45 മുതൽ പിന്നീട് അങ്ങോട്ട് നിങ്ങൾ എത്രത്തോളം തെറ്റിക്കുന്നോ അത്രയും മാർക്ക് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഈ കോഴ്സ് എവിടെയാണ് കിട്ടുന്നത്? ഇപ്പം നിലവിൽ ഈ കോഴ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, 100% ഫ്രീ ആണ് നമ്മുടെ സൂപ്പർ ബാച്ചിലുള്ള സ്റ്റുഡൻസിന്. അപ്പോൾ സൂപ്പർ ബാച്ചിൽ ഓൾറെഡി ഉള്ള കുട്ടികൾക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഇപ്പോൾ 8ാം ക്ലാസ് തൊട്ട് നിങ്ങൾ +2 വരെയുള്ള ഏത് ക്ലാസ്സും ആയിക്കോട്ടെ, നിങ്ങളുടെ സബ്ജക്ട്, അതായത് ആപ്പിലേക്ക് കയറുന്ന സമയത്ത് എഡ്യൂപോർട്ടിന്റെ ആപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ആപ്പിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾ ആദ്യം കാണുന്ന വിൻഡോയിൽ നിങ്ങളുടെ സബ്ജക്റ്റുകളായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നോ അല്ലെങ്കിൽ ഇപ്പോൾ അക്കൗണ്ടൻസി എന്നോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താണോ നിങ്ങളുടെ സബ്ജക്റ്റുകൾ, നിങ്ങളുടെ ഈ വർഷം പഠിക്കാനുള്ള എന്താണോ സബ്ജക്റ്റുകൾ, അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ഒരു സാധനം കാണാൻ പറ്റും. അതിൽ 4 ലെവലുകളാക്കിയിട്ട് നമ്മുടെ കോഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞ സമയം എടുക്കുള്ളൂ. ഇപ്പോൾ 2 ലെവൽ വരെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, ഈ വർഷം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, നമുക്ക് എക്സാം ആകുന്നതിന് മുന്നേ ഈ ഒരു പ്രശ്നം പരിഹരിച്ചെടുക്കാം. ഇനി നിങ്ങൾ ഈ സൂപ്പർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു ലിങ്ക് ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അത് കിട്ടും. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക, നിങ്ങളുടെ പേരും നമ്പറും കാര്യങ്ങളും മാത്രം കൊടുക്കുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ആലോചിച്ച് മാത്രം എടുത്താൽ മതി. ഞാൻ ഇംഗ്ലീഷിന്റെ ഒരു കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് പരസ്യം ചെയ്യാൻ വന്നതല്ല. ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുള്ളത് 2 കൂട്ടരെ അറിയിക്കാവുന്നതാണ്. അതായത് സൂപ്പർ ബാച്ചിൽ ഓൾറെഡി ജോയിൻ ചെയ്തവരെയും ചെയ്യാത്തവർ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ നേരെ പോയിട്ട് കമന്റ് ബോക്സിലുള്ള ആ ലിങ്കിൽ ഒന്ന് കയറിയിട്ട് നിങ്ങളുടെ പേരും കാര്യങ്ങളും മാത്രം ഒന്ന് അടിച്ചു കൊടുത്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ ഫൗണ്ടേഷൻ ആണ്. നിങ്ങൾക്ക് ഇനി എത്രയൊക്കെ ഇംഗ്ലീഷിൽ നിങ്ങൾ തലതൊട്ട വലിയ മൂപ്പനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങൾ, കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ കൺഫ്യൂഷൻസ് മാറ്റിയെടുക്കാനുള്ളൊരു എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഈ 4 ലെവലിൽ ഏതെങ്കിലും ഒരു സാധനം അറിയാത്തതുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിലൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. നിങ്ങൾക്ക് സംശയമുള്ള ഭാഗം അപ്പോഴേ ക്ലിയർ ആക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു കോൺഫിഡൻസ് വീണ്ടെടുക്കുക. 45 മുതൽ 50 മാർക്ക് നമുക്ക് അങ്ങനെ സേവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി പേരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോഴേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം.